Hi Cadets and welcome back to my channel. Cadets 2025 SSCGയുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാം പാസ്സായ എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ കൺഗ്രാറ്റ്സ്. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ആൾറെഡി ട്രെയിനിങ് കലണ്ടറിൻ്റെ എല്ലാ അപ്ഡേറ്റും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അപ്ഡേറ്റഡ് ആയിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് ആണ്. ആൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും റിസൾട്ടിൻ്റെ കാര്യം മനസ്സിലായി കാണും. നിങ്ങളെല്ലാവരും ആ ഒരു PDF കണ്ടു കാണും. കേരളത്തിൻ്റെ കട്ട് ഓഫ് എത്രയാണ് എല്ലാം നിങ്ങൾ കണ്ടു കാണും. പക്ഷേ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓരോ ഫോഴ്സ് വൈസ് കട്ട് ഓഫ് എത്രയാണ് എന്ന് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളും സെലക്ട് ഒരു കേഡറ്റ് ആണെങ്കിൽ വീഡിയോ ഒന്ന് കാണുക. സ്റ്റാർട്ടിങ്ങിൽ മുതലുള്ള എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. വേക്കൻസി എത്രയായിരുന്നു, എത്ര പേരാണ് ഫിസിക്കൽ പാസ്സായത്, മെഡിക്കൽ കട്ട് ഓഫിൽ എത്ര പേർ ക്വാളിഫൈ ആയിട്ടുണ്ട്, അതിനുശേഷം ഫിസിക്കൽ കട്ട് ഓഫ് എത്രയായിരുന്നു, മെഡിക്കൽ കട്ട് ഓഫ് എത്രയായിരുന്നു, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിൻ്റെ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. നിങ്ങളും സ്പെഷ്യലി 2026 SSCDക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കാരണം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 2025 SSCGയുടെ ലാസ്റ്റ് വീഡിയോ ആണത്. ചിലപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു വീഡിയോ ലഭിക്കാനുള്ള സാധ്യത എന്താണെന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ആണ്. അതായത് ട്രെയിനിങ്ങിന് നിങ്ങൾ എപ്പോൾ പോകും, റോജ്ഗാർ മേള, അതുപോലെ തന്നെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ് നിങ്ങൾ കൊണ്ടുപോകണം, ഈ അപ്ഡേറ്റഡ് വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു വീഡിയോ എന്തായാലും സെലക്ട് ആയ കുട്ടികൾ മാത്രമായിരിക്കും കാണുന്നത്. അപ്പോൾ 2025 നോട്ടിഫിക്കേഷൻ മുതൽ ഇന്ന് വരെയുള്ള അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ആണിത്. ഫുൾ കാണുക, ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, നെക്സ്റ്റ് SSCGDക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് ലഭിക്കാൻ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. കേരളത്തിൽ തന്നെ SSCGയുടെ ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്യുന്ന ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് മാത്രമാണ്. ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്, ടോട്ടൽ വേക്കൻസി 53,000, എക്സാം പാസ്ഡ് മെയിൽ കേഡറ്റ് 3 lakh സംതിങ്, പിന്നെ ഫീമെയിൽ കേഡറ്റ് 40,000 പ്ലസ്, ടോട്ടൽ 3,94,000 ആണ് എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം PST ആൻഡ് PT പാസ്സായ ടോട്ടൽ കേഡറ്റ്സ് എത്രയാണെന്ന്. 1,26,000 പ്ലസ് ആണ്. ഇതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കുന്ന കേഡറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. 95,000 ആണ്. എന്തൊക്കെയാണ് ഇത്രയും കുട്ടികൾ ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കുന്നത്? ഓൺലി ഫോർ മെഡിക്കലിനായിട്ട്. ഈ തവണ 3 കട്ട് ഓഫ് എല്ലാ കേഡറ്റിനും ക്രോസ് ചെയ്യണമായിരുന്നു. 3 കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഫിസിക്കലിന് വേണ്ടി ഒരു ഷോർട്ട് ലിസ്റ്റ് വരും, അവിടെ ഒരു കട്ട് ഓഫ് ക്രോസ് ചെയ്യണം. അതിനുശേഷം പിന്നെ മെഡിക്കൽ വരും, മെഡിക്കലിന് വേണ്ടി ഒരു കട്ട് ഓഫ് നിങ്ങൾ ക്രോസ് ചെയ്യണം, പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇതേ രീതിയിൽ 3 കട്ട് ഓഫ് ആണ് ഈ തവണ എല്ലാ കേഡറ്റിനും ക്രോസ് ചെയ്യേണ്ടി വന്നത്. പ്രീവിയസ് ഇയറിൽ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 കട്ട് ഓഫ് മാത്രം ക്രോസ് ചെയ്താൽ മതിയായിരുന്നു. ക്ലിയർ? അപ്പോൾ മെഡിക്കലിന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ കേഡറ്റ് ആണ് 95,000 പ്ലസ്. ഇനി നമുക്ക് നോക്കാം മെയിൽ കേഡറ്റിൻ്റെ കേരളത്തിലെ കുട്ടികളുടെ കട്ട് ഓഫ് എത്രയായിരുന്നു. നോക്കൂ കുട്ടികൾ, ഇത് ഫിസിക്കൽ കട്ട് ഓഫ് ആണ്. കേരള ജനറൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, എക്സ് സർവീസ്മാൻ, അതേപോലെ തന്നെ EWS OBC SC ST UR EWS OBC SC ST UR എല്ലാം കാണാം. ജനറൽ ആൻഡ് നക്സലിൻ്റെ എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാവുന്നതാണ്. കട്ട് ഓഫ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഫിസിക്കൽ കട്ട് ഓഫ് ആണ് കുട്ടികളെ. ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന മെഡിക്കൽ കട്ട് ഓഫ് ആണ്. ഇതാണ് മെഡിക്കൽ കട്ട് ഓഫ്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്തുണ്ട്. എക്സ് സർവീസ്മാൻ, EWS, പിന്നെ OBC, പിന്നെ SC ജനറലിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ നക്സലിൻ്റെ ഉണ്ട്. ഈ തവണ നക്സൽ കാറ്റഗറിയിൽ കേരളത്തിലെ ഒരു ഡിസ്ട്രിക്റ്റ് പോലും പെടുന്നില്ല. അതുകൊണ്ട് ഈ തവണ കാറ്റഗറി എന്ന് പറയുന്നത് ജനറൽ മാത്രമേ ഉള്ളൂ, നക്സൽ ഏരിയ ഇല്ല കേട്ടോ കുട്ടികളെ. ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തതാണ്. ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന്. ഇതാണ് മെഡിക്കൽ കട്ട് ഓഫ്. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ചില കാറ്റഗറിയിൽ മാത്രമാണ് കുറച്ച് കട്ട് ഓഫ് കൂടിയത്. ബാക്കിയെല്ലാം 0.1 0.51 എന്ന രീതിയിലാണ് കട്ട് ഓഫ് കൂടിയത്. ഇനി നമുക്ക് നോക്കാം ഫൈനൽ കട്ട് ഓഫ്. ഫൈനൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോഴ്സ് വൈസ് ആണ് ഞാൻ കട്ട് ഓഫ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന മെയിൽ കേഡറ്റിൻ്റെ കട്ട് ഓഫ് ആണ്. നോക്കൂ കുട്ടികളെ, ഇതാണ് ഫൈനൽ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നുകൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് ഫൈനൽ കട്ട് ഓഫ് ആണ്. നോക്കൂ കുട്ടികളെ, ഫൈനൽ കട്ട് ഓഫ്. ഇവിടെ ഓരോ ഫോഴ്സ് വൈസ് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. UR OBC EWS SC BSFൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് UR കാറ്റഗറി 58, ആസാം റൈഫിൾ 71, CISF 73, CRPF 59, ITBP 58, SSB 76. പിന്നെ OBC ആണെന്നുണ്ടെങ്കിൽ 63, 77, 80, 66, 65, 86. EWS ഫോഴ്സ് വൈസ് അനുസരിച്ച് 45, 57, 46, 45, 44. SC ആണെങ്കിൽ ഫോഴ്സ് വൈസ് BSF 51, 54, 57, 52, 51, 102. ഇതാണ് ഫോഴ്സ് വൈസ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൽ കേഡറ്റിൻ്റെ
വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് SSCGDക്ക് തിരഞ്ഞെടുക്കുന്ന കുട്ടികളും അപ്പോൾ വിചാരിച്ചോണം ഇതിനെക്കാട്ടിയും എന്തായാലും ഈ തവണ മാർക്ക് സ്കോർ ചെയ്യേണ്ടി വരും. കാരണം സ്റ്റേറ്റ് വൈസ് വേക്കൻസിയും ഈ തവണ കുറവായിരുന്നു. അതുപോലെ തന്നെ നക്സൽ എന്നൊരു കാറ്റഗറിയിൽ നിന്നും നമ്മുടെ സ്റ്റേറ്റിനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നല്ല കോമ്പറ്റീഷനാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഇനി നമുക്ക് ഫീമെയിൽ കേഡറ്റിനെ നോക്കാം. ഇത് ഫിസിക്കൽ കട്ട് ഓഫ് ആണ്. ഫീമെയിൽ കേഡറ്റിനെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. 72, 101, 83, 95, 48, 44, 34, 48. ക്ലിയർ? ഇത് ഫിസിക്കൽ കട്ട് ഓഫ്. ഇനി നമുക്ക് മെഡിക്കൽ കട്ട് ഓഫ് നോക്കാം. നോക്കൂ കുട്ടികളെ, കേരള 74, 102, 49, 85, 34, 96, 48. ഇതാണ് മെഡിക്കൽ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫൈനൽ കട്ട് ഓഫ് നോക്കാം. എത്രയാണ് ഇവർക്ക് സ്കോർ ചെയ്യേണ്ടി വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം കുട്ടികളെ. ഇതാണ് ഫൈനൽ കട്ട് ഓഫ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ അപ്ഡേറ്റും ഷോർട്ടായിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു രീതിയിൽ. നോക്കൂ കുട്ടികളെ, ഫോഴ്സ് വൈസ് അപ്ഡേറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ UR, OBC, EWS, SC, BSFിൻ്റെ 96 ആണ് ഫൈനൽ. അസം റൈഫിൾസ് 97, CSF 96, CRPF 101, ITUP 99, OBC 102, 108, 106, 84, 96, 85, 93, 88, 88. ഇതാണ് ഫൈനൽ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമോ. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളെ. ഒന്നും തന്നെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. എല്ലാം വളരെ ക്ലിയർ ആയിട്ടാണ് ഞാൻ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഒരു കേഡറ്റ് നമ്മളിവിടെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വിത്ത് ഹെൽഡ് ലിസ്റ്റിനെ പറ്റിയിട്ട്. ആ ഒരു കേഡറ്റിനെ വിത്ത് ഹെൽഡ് ലിസ്റ്റിനകത്ത് ആഡ് ചെയ്തു. അതിൻ്റെ റീസൺ എന്താണ് സർ, അതിൻ്റെ ഇനി ഓപ്ഷൻ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ചാനൽ. ലൈവായിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ വരുന്നത്, അല്ലെങ്കിൽ റെക്കോർഡഡ് ആയിട്ടാണെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്താണ് വിത്ത് ഹെൽഡ് ലിസ്റ്റ്, എങ്ങനെയാണ് ആ ഒരു കേഡറ്റ് വിത്ത് ഹെൽഡ് ലിസ്റ്റിൽ വന്നത് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആയ കുട്ടികളെ? അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ തന്നെ പഠിച്ച് നല്ല രീതിയിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഓരോ ഫോഴ്സിൻ്റെയും കട്ട് ഓഫും അതുപോലെ തന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്ന സ്കോർ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്ത്, ഇത്രയും മാർക്ക് ഇതിനെക്കാട്ടും കൂടുതൽ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്ന മലയാളത്തിൽ നിന്ന് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. 150+ മോക്ക് ടെസ്റ്റ്, റിവിഷൻ ക്ലാസ്സുകൾ, ഫിസിക്കൽ ട്രെയിനിങ്, പിന്നെ സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. 5 കിലോമീറ്റർ റണ്ണിങ്ങിൻ്റെ പ്ലസ് മെഡിക്കലിൻ്റെ അപ്ഡേറ്റ്സും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ അപ്ഡേറ്റ്സും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫുൾ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. പിന്നെ തംബ്നെയിലിൽ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നിങ്ങൾ ട്രെയിനിങ്ങിന് എപ്പോൾ പോകും എന്നതിനെ കുറിച്ചിട്ട്. നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് 3 ഫോഴ്സിൻ്റെ ട്രെയിനിങ് കലണ്ടറാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് SSB, പിന്നെ ഒന്ന് CSF, പിന്നെ ഒന്ന് CRPF. ബാക്കിയുടെ കൂടി ഉടനെ വരുന്നതായിരിക്കും. പിന്നെ ഒരു അപ്ഡേറ്റഡ് കാര്യം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ജോയിനിങ് ലെറ്റർ അയക്കുന്നത് അതായത് ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് SSC അല്ല നിങ്ങൾക്ക് ജോയിനിങ് ലെറ്റർ അയക്കുന്നത്. ജോയിനിങ് ലെറ്റർ അയക്കുന്നത് നിങ്ങൾക്ക് ഏത് ഫോഴ്സിലേക്കാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ആ ഫോഴ്സാണ് നിങ്ങൾക്ക് ജോയിനിങ് ലെറ്റർ അയക്കുന്നത്. മനസ്സിലായ കുട്ടികൾ? അതുപോലെ തന്നെ റോജ്ഗാർ മേളയുടെ അപ്ഡേറ്റും ഉടനെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. റോജ്ഗാർ മേളയുടെ ഒരു ചെറിയ അപ്ഡേറ്റ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടി അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കാനുണ്ട്. അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് റോജ്ഗാർ മേള, സെക്കൻഡ് നിങ്ങളുടെ ജോയിനിങ് ലെറ്ററിൻ്റെ ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എവിടെയാണോ സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ആ ഒരു ഫോഴ്സാണ് നിങ്ങൾക്ക് ജോയിനിങ് ലെറ്റർ അയക്കുന്നത്. മനസ്സിലായ കുട്ടികളെ? പിന്നെ ട്രെയിനിങ്ങിന് എപ്പോൾ പോകും? 3 ഫോഴ്സിൻ്റെ അപ്ഡേറ്റാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ അപ്ഡേറ്റിനകത്ത് ഇനിയും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ആ എല്ലാ കാര്യങ്ങളും ഒന്ന് കിട്ടിയതിന് ശേഷം ഉടനെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ 24 to 48 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ 2500 രൂപയാണ്. ഈ 2500 രൂപയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഫുൾ ഫിസിക്കൽ ട്രെയിനിങ് നമ്മുടെ അക്കാഡമിയിൽ ഗ്രൗണ്ടും അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ? വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ മാത്രമാണ് ലഭിക്കുന്നത്. പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ ഒന്ന് ജോയിൻ ചെയ്യുക. കറക്റ്റ് അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ഈ ഒരു വാട്സപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. SSCയുടെ എല്ലാ അപ്ഡേറ്റ്സും ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെ അപ്ഡേറ്റ്സും പേപ്പർ കട്ടിങ്ങും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതുപോലെ അക്കാഡമിയിൽ ഏതെങ്കിലും കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു. പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.